ഉസ്മാൻ ഗുരുവായൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ CH റഷീദ് അവറുകളാണ്. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടക്കക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചിലത് നമ്മോട് ന്യൂസ് വൺ ഗുരുവായൂരിന്റെ പ്രേക്ഷകരോട് സംവദിക്കാനുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോജക്റ്റ് സമർപ്പിക്കുന്നത് 2003 UDF ഗവൺമെന്റ് ആണ് എന്നാണ് UDF പറയുന്നത്. എന്നാൽ 2009 LDFന് ഈ LDF KV അബ്ദുൽ ഖാദർ MLA ഇവിടെ MLA ആയിരിക്കുന്ന സമയത്താണ് 2009 ഇതിന് ഭരണാനുമതി കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ ഒട്ടേറെ പ്രതികരണങ്ങൾ ഇതിനു മുമ്പേ നടത്തിയ ആളാണ്. എങ്കിലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, കരുവന്നൂർ കുടിവെള്ള പദ്ധതി എന്ന ഒരു പദ്ധതി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വിഭാവനം ചെയ്തു വരുന്നത് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരികയും ഗുരുവായൂരിൽ ശ്രീ PKK ബാബു MLA ആവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഗുരുവായൂർ ടൗണിൽ തീർത്ഥാടകരുൾപ്പെടെയുള്ള ആളുകൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ട ഒരു ഘട്ടത്തിൽ നിലവിലുള്ള 975 കമ്മീഷൻ ചെയ്തിട്ടുള്ള ഭാരതപ്പുഴയിൽ നിന്നും കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന തൽക്കാല പദ്ധതി, അതിൻ്റെ പാവർട്ടി സ്കീം എന്നാണ് പറയപ്പെടുന്നത്. ആ പദ്ധതി വേണ്ടത്ര റിസോഴ്സ് ഇല്ല എന്നുള്ളതുകൊണ്ട് വെള്ളം ആവശ്യമായി ലഭ്യമല്ലാതെ വന്ന ഒരു ഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് പുതിയ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനം നടത്തുന്നതിന് ശ്രീ PKK ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശ്രമം നടന്നു. അന്ന് കേരളത്തിലെ വാട്ടർ സപ്ലൈ രംഗത്തെ എഞ്ചിനീയർമാരുടെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഇതിനുവേണ്ടി അന്വേഷണം നടത്തുകയും അവരുടെ പഠനം വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനും ശ്രമിക്കുകയുണ്ടായി. അതിനൊരു ഭാഗമായിട്ടാണ് ശ്രീ രാമാനുജൻ, അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിലെ വാട്ടർ വർക്ക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന IWWA എന്ന് പറയുന്ന ഒരു സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ രാമാനുജൻ. പ്രഗത്ഭനായ ആ എഞ്ചിനീയറാണ്. അതിൻ്റെ അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി പഠനം നടത്തുകയും ആ പഠനത്തിൽ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാരതപ്പുഴയല്ലാത്ത പുതിയ റിസോഴ്സുകൾ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് കരുവന്നൂർ പുഴയിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ട് എന്ന് കണ്ടെത്തുകയും 30-40 കിലോമീറ്റർ ദൂരമാണ് അവിടെ നിന്ന് ഗുരുവായൂർ പദ്ധതി പ്രദേശത്തേക്കുള്ളത് എന്ന് കണ്ടെത്തുകയും, എന്നാൽ മറ്റൊരു റിസോഴ്സ് എന്ന് പറയുന്നത് പീച്ചി റിസർവോയറാണ്. അവിടെ നിന്ന് 80 കിലോമീറ്ററോളം ഉണ്ട്. മാത്രമല്ല തൃശ്ശൂർ കോർപ്പറേഷൻ കൂടാതെ 12 പഞ്ചായത്തുകളിലേക്ക് അവിടെ വെള്ളം നൽകുന്നതുകൊണ്ട് ആവശ്യമായ വെള്ളം ഇവിടേക്ക് മതിയാവുകയില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് കരുവന്നൂർ പുഴയിൽ നിന്ന് തന്നെ നാട്ടിക സ്കീമിൻ്റെ ഭാഗമായി തുടർന്ന് ഗുരുവായൂരിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് കരുവന്നൂർ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ സോഴ്സ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുവന്നൂർ പുഴയിൽ നിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ളൊരു പദ്ധതി 2003 അത് തയ്യാറാക്കി സമർപ്പിക്കുന്നത്. ഈ 2003 തന്നെ 2002 തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നു. 2003 അതിന് ഭരണാനുമതി കിട്ടിയെന്നുള്ളതാണ്. 2003 ഇതിന് ഭരണാനുമതി കിട്ടുമ്പോൾ ഇത് കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ ഒരു സ്കീമായി എഞ്ചിനീയർമാരുടെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് അപ്രൂവലായി കിട്ടുന്നത്, അതിൻ്റെ ഭരണാനുമതി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ 2003 ജനുവരി 29-നാണ്. 2003 ജനുവരി 29 ഇതിൻ്റെ ഭരണാനുമതി കിട്ടിയത്. ഈ ഭരണാനുമതി എന്ന് പറയുന്നത് കേരള KWAHO-227/2002-2003 എന്ന നമ്പറിൽ 29/1/2003 ഇതിന് ഭരണാനുമതി കിട്ടിയതാണ്. ഈ ഭരണാനുമതി 2003 ജനുവരി 29 കിട്ടിയ ഈ പ്രോജക്റ്റിന്
2003 തന്നെ ഇതിന് ടെക്നിക്കൽ സാങ്ഷൻ അഥവാ സാങ്കേതിക അനുമതി കിട്ടുകയുണ്ടായി. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത് ചീഫ് എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയ ടെക്നിക്കൽ സാങ്ഷൻ CE/CR/KWEA/66/2002-2003 എന്ന നമ്പറിലാണ് ഫെബ്രുവരി 21-ാം തീയതി ഇതിന് സാങ്കേതിക അനുമതി കിട്ടുന്നത്. ഈ പദ്ധതിയുടെ നിർമ്മാണ ചെലവിൻ്റെ കമ്മീഷൻ ചെയ്യുമ്പോൾ വരുന്ന ചെലവ് എന്ന് പറയുന്നത് 23,10 ലക്ഷം രൂപ, 2,310 ലക്ഷം രൂപ, 2,310 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 23,10 ലക്ഷം രൂപയാണ് ഇതിന് അന്ന് എസ്റ്റിമേറ്റ് കണക്കാക്കിയത്. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് 3 വർഷം കൊണ്ട് ഇത് കമ്മീഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ആ പദ്ധതിയിൽ വിഭാവന ചെയ്തത്. ഇത് നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇതിനെക്കുറിച്ച് പരസ്യപ്പെടുത്തിയ ഒരു ഘട്ടത്തിലാണ് അന്ന് ശ്രീ MLA-യുടെ ഈ ചർച്ച വാട്ടർ അതോറിറ്റിയുമായി ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇത് പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ പരസ്യപ്പെടുത്തിയ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇന്നത്തെ MLA 2009 MLA ആയിട്ടുള്ള 2006 മുതൽ MLA ആയിട്ട് ഇന്നും MLA ആയിട്ടുള്ള ശ്രീ KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ അത് CPM-ൻ്റെ ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് റിലീസ് വരും. ആ പ്രസ് റിലീസിൽ അദ്ദേഹം ഇത് നടക്കാത്ത കാര്യമാണ്, ഇത് വെറുതെ വായാടിത്തമാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം വന്ന് പ്രസ് റിലീസ് കൊടുത്തു. അദ്ദേഹം വന്ന് ദേശാഭിമാനിയുടെ പത്ര റിപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്രക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ എല്ലാ പത്രങ്ങളിലേക്കും ഈ MLA-യുടെ പത്രസമ്മേളനത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത്. അങ്ങനെ നിഷേധിച്ചയാളാണ് ശ്രീ KV അബ്ദുൽ ഖാദർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പദ്ധതി 2009-ലാണ് വിഭാവന ചെയ്തത്. ഈ 2006-ൽ അദ്ദേഹം MLA ആയി ജയിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് എന്ന് ഒരിക്കലും അത് അങ്ങനെ പറയാൻ അദ്ദേഹത്തിനോ ഇവിടെയുള്ള ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനും കഴിയില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒരു സംഗതിയാണ്. 2009-ൽ ഭരണാനുമതി കിട്ടിയത് UDSPAC സ്കീം പ്രകാരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടപ്പുറത്തിനെയും ഒരുമിനേരിനെയും ആ സ്കീമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ UDF പറയുന്നത് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2003-ൽ വിഭാവനം ചെയ്തപ്പോൾ കടപ്പുറവും ഒരുമിനേരും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിക്കൊണ്ട് മാത്രമാണ് ഗുരുവായൂരിനെയും ചാവക്കാടിനെയും ഉൾപ്പെടുത്തിയത് എന്നാണ് UDF ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് UPA ഗവൺമെൻറ്റിലെ അന്നത്തെ ശ്രീ AK ആൻ്റണിയെ നിലവിലുണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഗുരുവായൂർ MLA ശ്രീ PKK ബാവ സമീപിക്കുകയും അദ്ദേഹത്തിന് നിവേദനം നൽകുകയും ഈ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് LIC-യിൽ നിന്ന് ലഭ്യമല്ലാത്തതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് അതിൻ്റെ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകുകയും ആ നിവേദനമാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് അയക്കുകയും അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അതിന് അനുമതി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഫണ്ട് വന്ന ഒരു പദ്ധതി. എന്നാൽ തുടർന്ന് വളരെ പെട്ടെന്ന് 2006-ലെ തെരഞ്ഞെടുപ്പ് നടത്തുകയും പ്രഖ്യാപിക്കുകയും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ചെയ്തു. 2006-ലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ KV അബ്ദുൽ ഖാദർ ഗുരുവായൂരിൽ നിന്ന് MLA ആവുകയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. 2006-നും 2009-നും ഇടയ്ക്ക് ഒരു പരിശ്രമവും ഈ രംഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. 23 കോടി രൂപയ്ക്ക് നടക്കുമായിരുന്ന ഒരു പദ്ധതി ഒരു പരിശ്രമവും നടക്കാത്തത് കൊണ്ട് തന്നെ ഈ കരുവന്നൂർ കുടിവെള്ള പദ്ധതി എന്ന വിഷയത്തിൽ ഒരു ശ്രമവും ശ്രീ MLA-യുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കാതെ വന്ന ഒരു ഘട്ടത്തിൽ 2009-ൽ UDSPAC എന്ന് പറയുന്ന അർബൻ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നഗര പ്രദേശങ്ങളിലെ വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് കണ്ടെത്താൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായി. ഞാൻ പറയുന്നു, ഇതിലെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വിഭാവനം ചെയ്ത് ഏറ്റവും പ്രധാനമായി ഗുരുവായൂരിലെ കുടിവെള്ള പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയും ഒപ്പം 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം ഒരുമനിയൂർ പ്രദേശങ്ങളെയും അവിടെയുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും ചാവക്കാടിൻ്റെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു ശ്രീ KV അബ്ദുൽ ഖാദർ MLA ആയപ്പോൾ
ആ പ്രദേശങ്ങളെ UDF ഭരിക്കുന്ന കടപ്പുറം, ഒരുമനിയൂർ, പാവറട്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷം ഭരണത്തിലുള്ള ഗുരുവായൂർ, ചാവക്കാട് മുനിസിപ്പാലിറ്റികളിലേക്ക് മാത്രമായി ഇത് മാറ്റുന്നതിന് വേണ്ടിയാണ് യുഡിസ്പാറ്റിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കുന്നത്. ഇതാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട പരാതി. ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ഗുരുവായൂർ പോലെ തന്നെ കടപ്പുറം, ഒരുമനിയൂർ, ആ പ്രദേശങ്ങളിലേക്ക് ലഭ്യമാകുമായിരുന്ന, അല്ലെങ്കിൽ ഈ പ്രദേശത്തു കൂടെയാണ്, ഒരുമനിയൂരിലൂടെയാണ് ഈ കുടിവെള്ളം ഗുരുവായൂരിലേക്കും ചാവക്കാടിലേക്കും എത്തിക്കേണ്ടത്. ആ പ്രദേശങ്ങളിലേക്ക് വെള്ളം നൽകാതെയാണ് ഗുരുവായൂരിലേക്കുള്ള അല്ലെങ്കിൽ ചാവക്കാട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ, ചാവക്കാടിനെയും ഒരുമനിയൂരിനെയും ഈ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തിയത്, ഇതിൽ നിന്ന് ഒഴിവാക്കിയത് അതിഗൂഢമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞങ്ങൾക്ക് ആക്ഷേപിക്കാനുള്ളത്, ആരോപണം ഉന്നയിക്കാനുള്ളത്. ഇത് ശ്രീ KV അബ്ദുൽ ഖാദർ നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി നിർവഹിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് 2009 നിലവിലുണ്ടായിരുന്ന 2003 പ്രോജക്റ്റ് അട്ടിമറിക്കുകയും ആ പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുകയും നഗരപ്രദേശങ്ങളിലേക്ക് മാത്രമായി ഈ പദ്ധതിയെ ചുരുക്കുകയും ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ ആക്ഷേപമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. കടപ്പുറത്തിനെയും ഒരുമനിയൂരിനെയും ഒഴിവാക്കി എന്നുള്ളതിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. തൃത്താല കുടിവെള്ള പദ്ധതിയിൽ നിന്ന് എക്സസ് ആയി വരുന്ന വാട്ടർ നമ്മൾ ഈ പഞ്ചായത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, തൃത്താല പദ്ധതിയിൽ നിലവിൽ തന്നെ ചാവക്കാടിനും ഗുരുവായൂരും കടപ്പുറം ഒരുമനിയൂരിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളം മതിയാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം. അതുകൊണ്ടാണ് പുതിയ സോഴ്സുകൾ, പുതിയ പ്രദേശങ്ങൾ തേടി പുതിയ റിസോഴ്സുകൾ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം ഉണ്ടായത്. ഇവിടെ ഗുരുവായൂരിലേക്കും ചാവക്കാടിലേക്കും കരുവന്നൂരിൽ നിന്നുള്ള കുടിവെള്ളം എത്തുന്നതോടുകൂടി ആ പ്രദേശങ്ങളിലേക്ക് വരുന്ന ഭാരതപ്പുഴയിലെ തൃത്താല പദ്ധതിയുടെ ഭാഗമായി വരുന്ന വെള്ളം സർപ്ലസ് ആകുമെന്നും ആ സർപ്ലസ് ആകുന്ന വെള്ളം കടപ്പുറത്തേക്കും ഒരുമനിയൂരിലേക്കും നൽകണം എന്നുള്ള ഒരു ആവശ്യം തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. എന്നാൽ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ചാവക്കാടിലേക്കും തന്നെ ഇപ്പോൾ ഗുരുവായൂരിലേക്ക് നൽകുന്നത് കൂടാതെ ചാവക്കാടിലേക്ക് നൽകുന്ന ഈ തൃത്താല വെള്ളം അവിടെയുള്ള ആവശ്യങ്ങൾ കഴിച്ചു ബാക്കി സർപ്ലസായി വരുന്ന വെള്ളം ഒരുമനിയൂർ കടപ്പുറം ഭാഗത്തേക്ക് നൽകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കിട്ടേണ്ടത് തന്നെയാണ്. അതിന് ഒരു ഈ MLAയുടെ ഭാഗത്തു നിന്നാവട്ടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ അതൊരു ഔദാര്യമല്ല. ഈ ഭാഗത്തേക്ക് വരുന്ന വെള്ളം, ബാക്കി വരുന്ന വെള്ളം ഇങ്ങോട്ട് എത്തണം എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകളുടെ അവകാശമാണ്. പക്ഷേ ഞങ്ങളുടെ ആക്ഷേപം അതല്ല. ഇവിടെ സുലഭമായി ലഭ്യമാകുമായിരുന്ന ഒരു റിസോഴ്സിൽ നിന്ന് ഈ പ്രദേശങ്ങളെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. മാത്രമല്ല, ഈ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ലഭ്യമാകുമായിരുന്ന വെള്ളത്തിൻ്റെ 1/10 പോലും ഇപ്പോൾ ചാവക്കാട് നിന്ന് ഇനി ഈ കരുവന്നൂർ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷം സർപ്ലസായി വരും, അത് കടപ്പുറം ഒരുമനിയൂർ പ്രദേശത്ത് ലഭ്യമാകും എന്ന് വിശ്വസിക്കാൻ നിലവിലുള്ള ഭാരതപ്പുഴയിലെ വെള്ളത്തിൻ്റെ സ്രോതസ് പരിശോധിക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഭാരതപ്പുഴയിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോഴും ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്രോതസ്സിൽ നിന്ന് ഇനി അധിക ജലം, ബാക്കി വരുന്ന അധിക ജലം ഈ പ്രദേശത്ത് കിട്ടിയാൽ പോലും കടപ്പുറത്തെയും ഒരുമനിയൂരിലെയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ പദ്ധതിയുടെ ഭാഗമായി തന്നെ കരുവന്നൂർ പുഴയിൽ നിന്ന് തന്നെ ഒരുമനിയൂരിലേക്കും കടപ്പുറത്തേക്കും അതുപോലെ പാവറട്ടിയിലേക്ക് ഞാൻ പറയട്ടെ, UDF അധികാരത്തിൽ ഇരുന്ന 2011 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ UDF അധികാരത്തിലിരുന്ന സമയത്ത് ശ്രീ PJ ജോസഫ് വാട്ടർ സപ്ലൈ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ശ്രീ PA മാധവൻ, മടലൂർ MLA ശ്രീ PA മാധവൻ ഇടപെട്ടുകൊണ്ട് ഈ കരുവന്നൂർ പുഴയിലെ വെള്ളം ഗുരുവായൂരിൽ നിന്നും പാവറട്ടിയിലേക്ക് കൊണ്ടുപോകുന്ന 2 ലക്ഷം ലിറ്റർ വെള്ളം കൊണ്ടുപോകുന്നതിന് അനുമതി വാങ്ങി. ഞാൻ ചോദിക്കട്ടെ, യുഡിസ്പാറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് ചാവക്കാടിനെയും ഗുരുവായൂരിനെയും മാത്രമായിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് മാത്രമാണ് വെള്ളം നൽകാൻ കഴിയുന്നതെങ്കിൽ, ഗ്രാമപ്രദേശ പഞ്ചായത്തുകളിലേക്ക് വെള്ളം നൽകാൻ കഴിയില്ല എങ്കിൽ എങ്ങനെ പാവറട്ടിയിലേക്ക് 2 ലക്ഷം ലിറ്റർ വെള്ളം നൽകാമെന്ന ഒരു ഉത്തരവ് ഇറക്കാൻ സർക്കാരിന് കഴിഞ്ഞു? വാട്ടർ അതോറിറ്റിയുടെ MDയും അതുപോലെ തന്നെ വാട്ടർ
ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു ഉത്തരവ് ഇറക്കാൻ എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയമായ ഇടപെടൽ, വേണ്ടത്ര ഇടപെടൽ MLA-യുടെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്ന് ഒരു മരിയൂരിൻ്റെ കടപ്പുറത്തിന് ഒഴിവാക്കപ്പെട്ടത്. മാത്രമല്ല പുതിയ ഫണ്ട് കണ്ടെത്തി, പുതിയ റിസോഴ്സുകൾ കണ്ടെത്തി ഈ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തേണ്ടതിന് പകരം ഈ പ്രദേശങ്ങളെ കുടിവെള്ള പദ്ധതിയിൽ നിന്ന്, കരുവന്നൂർ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപകരമായ ഒരു സംഗതി. ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ ഈ പ്രദേശത്തുകാർക്ക് കഴിയും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക്, ഉരുമനിയൂർ, കടപ്പുറം പ്രദേശങ്ങളിലേക്ക് കരുവന്നൂരിലെ കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയാനാണ് ഈ സമയം ആഗ്രഹിക്കുന്നത്. നിർത്തുന്നു. ജയ്. ശ്രീ KV അബ്ദുൽ ഖാദർ MLA പറയുന്നത് താങ്കളടക്കമുള്ള UDF നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഗുരുവായൂരിനെ പിറകോട്ടടിച്ചു എന്നാണ്. ഗുരുവായൂരിന് കിട്ടേണ്ട പല വികസന പരിപാടികളും അല്ലെങ്കിൽ വികസന നേട്ടങ്ങളും താങ്കളടക്കമുള്ളവർ ചേർന്ന് ഇല്ലാതെയാക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? രസകരമായ ഒരു സംഗതിയാണ്. കാരണം നിലവിലുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ളത്, നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ അദ്ദേഹം ചെയ്യാതെ അതിനെ ഒരു ന്യായം കണ്ടെത്തുകയാണ് UDF-ൻ്റെ ആളുകളൊക്കെ അതിന് തടസ്സം നിന്നത്. എന്ത് പദ്ധതിയാണ് ശ്രീ KV അബ്ദുൽ ഖാദർ നിലവിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിന് മുമ്പാകെ അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിന് വികസന പദ്ധതി എന്ന രീതിയിൽ സമർപ്പിച്ചതെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹം 2 തവണ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ ഭരണകാലഘട്ടത്തിൽ MLA ആണ്. ഈ ടേമിലും ഇതിനു മുമ്പ് 2006 മുതലുള്ള 2011 വരെയുള്ള സമയത്തും ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലിരിക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിലോ അല്ലെങ്കിൽ UDF-ൻ്റെ ഘട്ടത്തിലോ 2011 മുതൽ 2016 വരെയുള്ള ഘട്ടത്തിലോ അദ്ദേഹം എന്ത് പദ്ധതിയാണ് ഈ നിയോജകമണ്ഡലത്തിലെ വികസന പദ്ധതിയായി നടപ്പിലാക്കാൻ അദ്ദേഹം സമർപ്പിച്ചത്? അതായത് ജനങ്ങളോട് ഈ കാലപത്രയിൽ എന്തെങ്കിലും ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ 2006 ഇദ്ദേഹം MLA ആകുന്നത് വരെയുള്ള പദ്ധതികളല്ലാതെ പുതിയ ഒരു പദ്ധതിയും അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാനായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കരുവന്നൂർ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഒരു പദ്ധതിയും സ്വന്തമായി പറയാനില്ല. 1000 ദിന പരിപാടികളുടെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ. ആ പദ്ധതിയിൽ പോലും ഏതാണ് സ്വന്തമായി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം മുൻകൈയെടുത്ത് ആരംഭിച്ചത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടാടൻ പദ്ധതി അവിടുത്തെ കാർഷിക വികസന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. അത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയാണ് ഞങ്ങളിപ്പോൾ വിശദീകരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, 2011 UDF സർക്കാരിൻ്റെ സമയത്ത് ഗുരുവായൂർ കിഴക്കേ നടയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് വളരെ പ്രയാസകരമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്കും ക്ഷേത്ര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഗുരുവായൂർ കിഴക്കേ നടയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്. ഈ പദ്ധതി ഇദ്ദേഹം ഈ കാലം അത്രയും അതിനുവേണ്ടി പരിശ്രമിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ UDF-ൻ്റെ കാലത്ത് ഞങ്ങൾ മണലൂർ MLA ശ്രീ PA മാധവൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ, അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കുകയും ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് ഒന്ന് നടപ്പിലാക്കി തരണം, അതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടലിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 4 വരി പാതയും ഗുരുവായൂർ കിഴക്കേ നടയിൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജും ഉൾപ്പെടുന്ന ഒരു പ്രോജക്റ്റിന് അദ്ദേഹം ഓരോ ജില്ലയിലും ഒരു പ്രോജക്റ്റ്, ഒരു ജില്ലയിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ജില്ലയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി അംഗീകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ നൽകിയിട്ടുള്ള അയ്യന്തോൾ മുതൽ നടുവിലാൽ വരെയുള്ള റോഡായിരുന്നു. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രം ഡിസ്ട്രിക്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ 2 പ്രോജക്റ്റ് അംഗീകരിച്ചു. അതൊന്ന് ചൂണ്ടൽ മുതൽ ഗുരുവായൂർ കിഴക്കേ നട വരെയുള്ള ഈ ഓവർബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള റോഡും പാലവും ഉൾപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ഇപ്പോൾ എവിടെയാണ് നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജ്? എവിടെയാണ് ചൂണ്ടൽ മുതൽ ഗുരുവായൂർ വരെയുള്ള റോഡിൻ്റെ വികസന പദ്ധതി? അതില്ലാതായി. അതിൽ പുതിയ ഒരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല
UDFന്റെ നിയമസഭാ സാംഘികനായിട്ടുള്ള വടകര MLA ശ്രീ PA മാധവൻ പരിശ്രമിച്ചു കൊണ്ടുവന്ന പദ്ധതിയുടെ തുടർച്ച പോലും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ പറയാമല്ലോ, എൻ്റെ നാട്ടിൽ മൂന്നാംകല്ല് മുതൽ അഞ്ചങ്ങാടി വരെയുള്ള ഒരു റോഡ് BMBC റോഡാണ്. ആ BMBC റോഡ് അഞ്ചങ്ങാടി വരെ കൊണ്ടുവരാൻ നിവേദനം നൽകിയ ഞാനായിരുന്നു. അങ്ങനെ റോഡ് മനോഹരമായ BMBC റോഡ് ഇവിടെ ഉണ്ടാക്കി. അതിനുശേഷം അവിടെ നിന്ന് ബ്ലാങ്ങാട് വരെ മണത്തലേക്ക് പോകുന്ന റോഡ് വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗം BMBC ചെയ്യുന്നതിന് വേണ്ടി അന്ന് ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് അനുമതി നൽകി. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ളവർക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത ഒരു നിവേദനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി ഏറ്റെടുക്കുന്നത്. അത് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം അത് ടെൻഡർ ചെയ്യാൻ അനുവദിച്ചില്ല. ചീഫ് സെക്രട്ടറി PWD സെക്രട്ടറിയുടെ ഒരു കത്താണ് ഉണ്ടായത്. PWD സെക്രട്ടറി അത്തരം ഒരു വർക്കുകളും ടെൻഡർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് കത്ത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ വിഷയത്തിൽ ഇടപെടലുകൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ അത് ടെൻഡർ ചെയ്യുകയും പണി ആരംഭിക്കുകയും ചെയ്തത്. ഇതിൽ KV അബ്ദുൽ ഖാദറിന് എന്ത് ഇടപെടലാണ്, അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് എന്നാണ് ഞങ്ങൾ ചോദിക്കാറുള്ളത്. അഴുക്കുചാൽ പദ്ധതിയുടെ സ്ഥിതി എന്താണ്? എവിടെയാണ് അഴുക്കുചാൽ പദ്ധതി? റോഡ് പൊളിച്ച് ആ റോഡുകൾ നാശമായി പോകുക എന്നല്ലാതെ ഒരു രംഗത്തും ഒരു പരിശ്രമവും നടക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും അവസാനം ശ്രീ കൃഷ്ണൻകുട്ടി മന്ത്രി അദ്ദേഹം പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് മെയ് മാസം അത് കമ്മീഷൻ ചെയ്തത്. എത്ര ഡേറ്റുകൾ, എത്ര തീയതികൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അത് പ്രഖ്യാപിക്കുന്നത് ഈ നാട്ടുകാർ കേട്ടതാണ്. അഴുക്കുചാൽ പദ്ധതി ഓരോ ദിവസവും കമ്മീഷൻ ചെയ്യുന്നു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇത്രയും കാലം കേട്ട കുറേ തീയതികൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അത് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ അവസാനം ഞാൻ ചോദിക്കുന്നത്, മുല്ലത്തറയിലെ നാഷണൽ ഹൈവേയുടെ റോഡ്, മുല്ലത്തറയിൽ റോഡ് കേടുവന്ന് കിടന്നപ്പോൾ അതിന് നാഷണൽ ഹൈവേയുടെയോ PWDയുടെയോ ഫണ്ട് വാങ്ങിയെടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ അദ്ദേഹം MLA ഫണ്ട്, MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് അവിടെ ടൈല് വിരിച്ചത്. അതല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് കണ്ടെത്തണ്ടേ? മമ്മിയൂരിൽ നിന്ന് പൊന്നാനിയിലേക്ക് പോകുന്ന റോഡ് PKK ബാവയുടെ സമയത്ത് BMBC റോഡായിരുന്നു, മനോഹരമായ റബ്ബറൈസ്ഡ് റോഡ്. ആ റോഡ് പുതുക്കി പണിയാൻ ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ അവസാനം MLA ഫണ്ട് വിനിയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഇരുന്നാൽ തൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ MLA ഫണ്ട് അല്ലാതെ പ്രോജക്റ്റ് വർക്കിന്റെ ഭാഗമായി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രോജക്റ്റുകളിലേക്ക് ഫണ്ട് കണ്ടെത്തി അത് കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ എന്ത് പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത്? ഒരു സംഗതിയിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് കരുവന്നൂർ കുടിവെള്ള പദ്ധതി വൈകിയത് ഒരുമനിയൂരിൽ പൈപ്പ് ലൈൻ ഇടുന്ന ഘട്ടത്തിൽ അവിടെ UDFകാരായിട്ടുള്ള ആളുകൾ അവിടെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് റോഡ് നാശമായത് ആ പൈപ്പ് ഇടുന്നതിന്റെ വിഷയത്തിലാണ്. ഒരിക്കലുമല്ല. അവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം 3 ദിവസമാണ്. ആ പ്രദേശത്തേക്ക് കുടിവെള്ളം അല്പം പോലും തൃത്താല പദ്ധതിയുടെ ഭാഗമായി പോലും ഒരിറ്റ് വെള്ളം കിട്ടാത്ത ഒരു സമയത്ത് അവരുടെ നെഞ്ചത്തുകൂടെ അങ്ങോട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നു. പുതിയ കരുവന്നൂർ പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവികമായും അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവിടെ പ്രതിഷേധം ഉന്നയിച്ചു. എന്നാൽ ആ വിഷയത്തിൽ അടിയന്തരമായി തന്നെ അത് പരിഹരിക്കുകയും 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം വീണ്ടും പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ആ റോഡ് തകർന്നു കിടന്നതിന് ഈ പൈപ്പ് ലൈനാണോ കാരണം? ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതാണോ? അദ്ദേഹം വളരെ വികാരാധീനനായി അദ്ദേഹം പറയുന്നു, MLA ഞാനാണ് ആ റോഡ് പൊളിച്ചു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞത്. അല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം ആ റോഡ് പുനരുദ്ധരിക്കുന്നതിനോ റിപ്പയർ ചെയ്യുന്നതിനോ അത് റീടാർ ചെയ്യുന്നതിനോ ഒരു പരിശ്രമവും നടത്തിയില്ല. വർഷങ്ങളോളം ആ റോഡിലൂടെ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ എത്രയോ ആളുകളുടെ ജീവൻ മരണപ്പെട്ടു. അവിടെ ആ റോഡിൽ നഷ്ടപ്പെട്ടു പോയി. ആ റോഡിൽ വീണ് കുഴികളിൽ വീണ് എത്രയോ ആളുകൾ രോഗാതുരരായി. ഇതിനൊക്കെ ഉത്തരവാദി MLA ആണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നില്ല. എന്നിട്ട് ഈ നാട്ടിൽ വികസനം നടക്കാത്തതിന് ഉത്തരവാദി ഞങ്ങളാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അദ്ദേഹം പറയട്ടെ, ഏത് പദ്ധതിയുടെ കാര്യത്തിലാണ് ഞങ്ങൾ തടസ്സം ഉണ്ടാക്കിയത്? ഏത് വിഷയത്തിലാണ് ഞങ്ങൾ പരിശ്രമിക്കാത്തത്? ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പരിശ്രമവും UDFന്റെ കാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെന്നുള്ള നിലയ്ക്ക്, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പങ്കുണ്ട്, ഓരോരുത്തരുടെയും പങ്കുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ന്യൂസ് വൺ ഗുരുവായൂരിന്റെ ഒരു എപ്പിസോഡ് കൂടിയും ഇവിടെ അവസാനിക്കുകയാണ്.
തീർച്ചയായിട്ടും ഗുരുവായൂരിന്റെ ഓരോ വികസന സ്വപ്നവും തന്നെയാണ് ഞങ്ങളും നിങ്ങളോടൊപ്പം കാണുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതും ആ വികസനത്തെ തന്നെയാണ്. ആ വികസനത്തിന് ഒരു മറുപുറമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതിനെ തേടി തന്നെയാണ് ന്യൂസ് വൺ ഗുരുവായൂർ യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്നതിനും ഒരു മറുപുറമുണ്ട് എന്ന് ന്യൂസ് വൺ ഗുരുവായൂർ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്കും എത്തും. അവരിലൂടെയും നമ്മൾ സത്യം അറിയാൻ ശ്രമിക്കും. നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് നസീബ് യൂസഫ്.